ഗുരുവേ ശരണം. സർവാദരണീയ സ്വാമി പന്തലുക സ്വാമി, രാമ മാസ്റ്റർ, മുരളി മാസ്റ്റർ, വേദിയിലിരിക്കുന്ന പ്രിയ ആത്മബന്ധുക്കളെ, എന്നോട് മാതൃമണ്ഡലത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത് ഗുരു വീട്ടിൽ വന്ന സന്ദർഭത്തെക്കുറിച്ച് പറയണമെന്നാണ്. അത് പല വേദികളിലും ഞാനിവിടെ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇവിടെ കുറവാണെന്ന് തോന്നുന്നു. അപ്പം ഇത് പറയാം, പക്ഷെ അതിനു മുമ്പായിട്ട് പറയാൻ മറന്നുപോയാലും എന്ന് കരുതിയിട്ട് പറയാം. ഇന്ന് നാണുഭാഷ കണ്ടതിലും നാണുഭാഷ സംസാരം കേട്ടതിലും വളരെ സന്തോഷമുണ്ട്. സാധാരണ പറയുന്നതൊന്നും അല്ല ഈ നാണുഭാഷ പറഞ്ഞത്, സാധാരണ അങ്ങനെയല്ല. ഇന്ന് തന്നെയല്ല, ഇന്ന് രാവിലെ വെളുപ്പിന് ഞാൻ സ്വപ്നം കണ്ടത് നാണുഭാഷ ഞാനും കൂടി ഓട്ടോറിക്ഷയിൽ ആശ്രമത്തിലേക്ക് വരും. എൻ്റെ കൂടെ വേറെ 1-2 പേരും കൂടി ഉണ്ട്. അത് രാവിലെ എഴുന്നേക്കാൻ തൊട്ട് മുമ്പ് കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നാണുഭാഷ കയറി കണ്ടിട്ട് പോകണമെന്ന് കരുതി. അപ്പം നാണുഭാഷ നേരെ കണ്ടു, നാണുഭാഷ സംസാരം കേട്ടു. അതിൽ വളരെ സന്തോഷം. ഒടുവിൽ പറയാമെന്ന് വെച്ചാൽ ചിലപ്പം അത് പറയാൻ വെച്ചില്ലെങ്കിലും എന്ന് കരുതിയിട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഗുരു നമ്മുടെ വീട്ടിൽ വന്ന ഒരു സന്ദർഭമാണ് പറയാൻ പോകുന്നത്. എൻ്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴ തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമം. പടിഞ്ഞാറ് കടലും കിഴക്ക് കായലും പമ്പാ നദിയുടെ കൈവഴിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതിൽ നമ്മുടെ നാഷണൽ ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന ഒരു തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ട്. കുട്ടനാട്ടിലെ നെൽകൃഷിയെ വളരെയധികം സഹായിക്കുന്നതെന്നാണ്. അതായത് അവിടെ ഒരു അഴിമുഖമുണ്ട്. ആ അഴിമുഖത്തിൽ കടലിൽ വെള്ളം കൂടിയാൽ അവിടെ ഒരു അഴിയുണ്ട്. ഈ കടലും കായലിനും ഇടയ്ക്ക് ഒരു തിട്ടയുണ്ടാവും. അതിനെയാണ്, ആ ഭാഗത്തെയാണ് അഴിമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടലിൽ വെള്ളം കൂടിയാൽ കടലടിച്ചിട്ട് ഈ കായലിലേക്ക് വെള്ളം വരും. അങ്ങനെ കുട്ടനാട്ടിലെ നെൽകൃഷി മുഴുവൻ നശിക്കും. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുട്ടനാട്ടിൽ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഈ വെള്ളം കിഴക്ക് ഭാഗത്ത് വെള്ളം, അതായത് പുഴയിൽ വെള്ളം കൂടിയാൽ അവിടെ എല്ലാം വെള്ളപ്പൊക്കമായിരിക്കും. എല്ലാ കൊല്ലവും അങ്ങനെയുണ്ട്. അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. അപ്പം ഈ വെള്ളം കടലിലേക്കാണ് ആ സമയം ഒഴുക്കി വിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ 2 സൈഡിലും നിന്ന് ഇന്തക്കൂട്ട യന്ത്രങ്ങളൊന്നും ഇല്ലല്ലോ, അതെല്ലാം മനുഷ്യർ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോഴത് ഇങ്ങനെ 2 വശവും നിന്ന് ആൾക്കാർ ആ മണ്ണ് കൈക്കോട്ടൊക്കെ കൊണ്ട് കൊത്തി മാറ്റിയിട്ട്, ചില സമയം അങ്ങനെ ആയാലും വെള്ളക്കൂടൽ കൊണ്ട് വീണ്ടും അത് വന്നടയാന്ന് കുറേ ദിവസത്തെ ഒരു പരിപാടിയാണ്. അപ്പം വെള്ളമൊക്കെ കയറി ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ പടിക്കൊക്കെ വരെ വെള്ളം വന്നാലും ഈ അഴി മുറിഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ഒഴുകി കഴിഞ്ഞാൽ ഒറ്റ പെട്ടെന്ന് കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം അങ്ങ് പോകും. നല്ല നീർക്കോലിയും മത്സ്യവും എല്ലാം നമ്മൾ ഈ പിന്നെ വീടിൻ്റെ പടിക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ചൂണ്ടയിട്ടിട്ട് മീനെ പിടിക്കുന്ന പോലത്തെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒരു നാടായിരുന്നു. അതായത് ഇന്നത്തെ ഉള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. റോഡ് കുറച്ച് ദൂരെയാണ്. സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അങ്ങനെ പോകണം. പ്രത്യേകിച്ചൊരു വികസനമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം. അപ്പം അവിടുത്തെ ഒരു പുരാതനമായ ഒരു തറവാടാണ് എൻ്റെ വീട്. 4 കെട്ടും പടിപ്പുരയൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട്. അത്തരം ഗുരു എന്ന് പറഞ്ഞാൽ അത്തരം 5 വീടുകളാണ് നാട്ടിലുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഒന്നും എല്ലാം നാമാവശേഷമായി എന്ന് പറഞ്ഞാൽ നാമം പോലും അവശേഷിക്കാത്ത അവസ്ഥയിൽ മറ്റതെല്ലാം തകർന്നെങ്കിൽ ഇത് മാത്രം തകർന്നില്ല. ഇപ്പം പേരെങ്കിലും ഉള്ളതായിട്ട് ഒന്നേ അവശേഷിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത് ആ വീട് ശോച്യാവസ്ഥയിലാണ്. കാരണം പടിപ്പുരയൊക്കെ പൊളിഞ്ഞ്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്ന വീട് പൊളിച്ച് ഒരു മൂത്ത വല്യമ്മയ്ക്ക് ഓഹരിയിൽ പോയിട്ട് വേറെ ഒരു വീട് അടുക്കളയും 2 മുറിയൊക്കെ ആയിട്ട് വേർന്ന് വെച്ചു. പിന്നെ ഈ തെക്കേപ്പുരയും വടക്കേപ്പുര എന്നാണ് പറയുന്നത്. തെക്കേപ്പുരയുടെ പല 4 ഭാഗമൊക്കെ കുറച്ചൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെയാണ്. അപ്പം അച്ഛന് കച്ചവടമുണ്ട്, കൃഷിയുണ്ട്. അത് 25 ഏക്കർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ ഈ വെള്ളം കയറി വന്നാൽ ഇത് ഉപ്പുവെള്ളം കയറി ഇതെല്ലാം നശിക്കും. പിന്നെ കൃഷിയൊക്കെ നശിച്ചു. എൻ്റെ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് മുമ്പായിട്ട് നോക്കുമ്പോൾ അതുവരെ നമ്മൾ വളരെ വളരെ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിച്ചിരുന്നതാണ്. വളരെ സമ്പൽ സമൃദ്ധം. പശുവിനെ നോക്കാൻ ഒരാൾ, കന്ന് പോത്തൊക്കെ ഉണ്ട്, അതിനെയൊക്കെ നോക്കാൻ ഒരാൾ, മുറ്റുപടിക്കാൻ ഒരാൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് വളർന്നതാണ്. പക്ഷേ പിന്നീട് അനുഭവിച്ചത് പറഞ്ഞാൽ വളരെയധികം ഭക്ഷണത്തിന് പോലും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി വരാൻ ഒരു ഇതായിരുന്നു. അപ്പം സാധാരണഗതിയിൽ അങ്ങനെ എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരു
ടി വി ഒന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നമുക്കൊരു നമ്മുടെ വീടിൻ്റെ ഒരു കാവുണ്ട്. ആ കാവിൽ വിളക്ക് വെക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ദൈവപ്പുര എന്നും പറഞ്ഞ ഒരു മുറിയുണ്ട്, ഇരുട്ടാണ് ചുറ്റിന്. അതിനകത്ത് 2-3 ഒരു വിളക്കും പീഠങ്ങൾ, ചുവപ്പ് തുണി കൊണ്ട് വിരിച്ച പീഠങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇരുട്ട് മുറിയൊക്കെയാണ്. അതാണ് ഞാനൊരു ചെറിയതായ സമയം മുതൽ ഇവിടെ വിളക്കാവിലും ഈ പൂമുഖമുണ്ട്. പൂമുഖം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അറിയോ എനിക്കറിയത്തില്ല. അവിടെ ഒരു വിളക്കുണ്ട്. അവിടെയും ഈ മുറിയിലും കാവിലും ഒക്കെ വിളക്ക് വെക്കുന്നത് ഞാനാണ്. അപ്പം ഈ പിന്നെ വിഷമങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവരും ജ്യോത്സ്യൻ്റെ അടുക്കലൊക്കെ പോകുന്നത്. അങ്ങനെ ജ്യോത്സ്യൻ്റെ അടുക്കലൊക്കെ പോയി വരും, പോയി ചെന്ന് പറയും, അല്ലെങ്കിൽ അവർ വന്ന് പറയും. അങ്ങനെയൊക്കെ പറയുമ്പം അവർ പറയുന്ന കഥകളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർ പറയുന്നത് അന്ന് പറഞ്ഞിരുന്നത് അതായത് ഒരു 53 വർഷത്തിന് മുമ്പൊക്കെ പറയുന്നതാണ്. 850 വർഷത്തെ പഴക്കമുള്ള വീടാണിത്. അങ്ങനെയാണ്. പിന്നെ ഇവിടെ എല്ലാവരും കോപിച്ച് നിൽക്കുകയാണ്. ഇവിടെയുള്ള ആരാധനാമൂർത്തികൾ, പല ആരാധനാമൂർത്തികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേക ക്ഷേത്രം പണിയണം. പ്രത്യേക ക്ഷേത്രത്തിനുള്ള സ്ഥാനമെല്ലാം കണ്ടിട്ടുണ്ട്. ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ട് അവിടെ. ആ കുളത്തിൻ്റെയും കാവിൻ്റെയും ഇപ്പുറത്തായിട്ടൊരു സ്ഥാനമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷേത്രം വെക്കാനുള്ള ഒരു ധനസ്ഥിതി ആ സമയം നമുക്കില്ല. അതുപോലെ തന്നെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ആ വീടൊന്ന് നന്നാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ വീട് വെക്കാൻ വേണ്ടിയിട്ട്, വീട് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് കല്ലും മണ്ണുമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അന്ന് ഈ കല്ലും മണ്ണുമൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് വള്ളത്തേലൊക്കെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതെത്രയും വലിയ ലോറി സർവീസ് ഒന്നുമില്ല. കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? അങ്ങ് ദൂരെ പത്തനംതിട്ടയെന്നോ അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന്. കാരണം നമ്മുടെ ഭാഗത്തൊന്നും കല്ലില്ല, വെട്ടുകല്ല്, അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പം അങ്ങനെ ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് ആ വീട് പിന്നെ പണിയുന്നത് എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പാണ്. അത്രയും കാലം കൊണ്ട് ഈ ഇത് കല്ലുള്ള വെയിലും മഴയെല്ലാം കൊണ്ട് ഈ കല്ലെല്ലാം പൊടിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പിന്നെ KP വൈദ്യരുടെ ഒരിക്കലും അമ്മ പോയി. KP വൈദ്യരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പഴയ ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. KP വൈദ്യരെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഒരു വിശ്വാസിയാണ്. കരുവാറ്റ KP വൈദ്യരെന്ന് പറയും. ആദ്യകാലത്തെ മാസികകളിലൊക്കെ അദ്ദേഹം എഴുതിയതൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ പാഹിമാം കരുണാകര എന്നുള്ള അത് ഗുരു പിന്നെ വൈദ്യരെഴുതിയതാണ്. ഗുരുവിൻ്റെ ദർശനം കണ്ടിട്ട് എഴുതിയതാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്താണ്. അവരാണെങ്കിൽ ഒരു യുക്തിവാദിയായിരുന്നു. KP വൈദ്യരൊരു യുക്തിവാദിയാണ്, നാടകങ്ങൾ എഴുതി, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പം അമ്മ ഒരു ദിവസം എവിടെയോ പോയി വരുന്ന സമയത്ത് അവിടെ കയറി. അവർ കരുവാറ്റയിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ കയറി. അപ്പോഴാണ് പിന്നെ വൈദ്യരുടെ ഭാര്യ പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്, അവരിവിടെ വരും ചില സമയങ്ങളിലൊക്കെ. ഇങ്ങനെ വരുന്ന സ്വാമി എന്നാണ് വിളിക്കുന്ന ഗുരുവിനെ. ഇങ്ങോട്ട് വരും, അവർ വന്ന് കണ്ടു നോക്കെന്ന് പറഞ്ഞു. അപ്പം ഈ യുക്തിവാദിയായ KP വൈദ്യർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ അതിശയം. കാരണം അങ്ങനെ ഒരു കാര്യത്തിലൊന്നും ബന്ധപ്പെടുന്ന ആളല്ല. നമ്മുടെ അച്ഛനായാലും അങ്ങനെ പിന്നെ ഈ രാവിലെ എഴുന്നേറ്റാൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെന്നല്ലാണ്ട് വേറെ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ശ്രീനാരായണ ഭക്തനാണ്. അപ്പം KP വൈദ്യർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിലെന്ത് കാര്യമാണ്? അപ്പോൾ KP വൈദ്യർ അവരുടെ ഭാര്യയുടെ അനുഭവം പറഞ്ഞു. അവർക്കെന്തോ ഒരു ഓപ്പറേഷനൊക്കെ വേണ്ട സമയത്ത് ഗുരുവിൻ്റെ ഒരിതുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് KP വൈദ്യർ പറഞ്ഞതിൻ്റേതായ ഒരിതിൽ പിന്നെ ഗുരു KP വൈദ്യരുടെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പോയി കണ്ടപ്പോൾ ഗുരു അന്ന് പറഞ്ഞത്, എനിക്കിപ്പോഴൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു 6 മാസം കഴിയട്ടെ, എന്നിട്ട് എന്നെ വന്ന് കാണുന്ന പറഞ്ഞു. അപ്പം കുറേ നാൾ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഗുരുവോട് വന്നപ്പം KP വൈദ്യർ അറിയിച്ചു. അങ്ങനെ KP വൈദ്യർ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ അമ്മ പോയി കണ്ടു. അന്നേരം വീട്ടിലേക്ക് വരാനുള്ള ഒരു ഇതൊക്കെ പറഞ്ഞു. ഗുരു വീട്ടിലേക്ക് വന്നു. ഞാൻ ഡിഗ്രിക്ക് പരീക്ഷ എഴുതിക്കാൻ നിൽക്കുന്നത്, മാസമൊന്നും അറിയില്ല. ഒരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനൊക്കെ വന്നതിൻ്റെ പ്രാധാന്യം എന്തെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടും എടുത്തിട്ടൊന്നുമില്ല. ഒരാൾ വരുന്ന അങ്ങനെ സാധാരണ ജ്യോത്സ്യനൊക്കെ വരുവൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം ഗുരുവിൻ്റെ കൂടെ 2 പെൺകുട്ടികൾ, അത് വന്ന സാധ്യ തന്നെയാണ്. ജനനിയുടെ പേര് സുമയെന്നാണ്. പിന്നെ പ്രതിഭാധനിയുടെ അനുജത്തി മോളി. ജനനിക്കന്ന് 9 വയസ്സോ മറ്റേ ഉള്ളൂ. ചെറിയ ഫ്രോക്കൊക്കെ ഇട്ട് വന്നതാണ് ഇവർ 2 പേരും. പിന്നെ വേറെ 1-2 പുരുഷന്മാരുമാണ് വന്നത്. അന്ന് KP വൈദ്യരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 2 ശ്രീധരന്മാരുണ്ട്, വൈദ്യന്മാരൊക്കെയാണ്. അവരൊക്കെയായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പം ഭൂമുഖത്ത് ഇരുന്നിട്ട് അവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന പതിവുണ്ടല്ലോ, അങ്ങനെ വിളക്കും വെച്ചു. അവിടെ വിളക്കും വെക്കും, ഒരു പാത്രത്തിൽ വെള്ളവും വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചു. ഗുരു അവിടെ താഴെ ഫയലൊക്കെ ഇരുന്ന്
ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു ജ്യോത്സ്യനെ കൂടെ വിളിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു ജ്യോത്സ്യനെ കൂടെ വിളിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഗുരു പറഞ്ഞത് ഈ ജ്യോത്സ്യനോട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു ജ്യോത്സ്യനോട്. അപ്പോൾ അവിടുത്തെ പേര് കേട്ട ഒരു ജ്യോത്സ്യനാണ്. ആ ജ്യോത്സ്യൻ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറേ പിന്നെ ശക്തികളുടെ ഒക്കെ പേരൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇത് കൂടാണ്ട് ഒരു സന്യാസി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരാൾ, അങ്ങനെ ഒരു സന്യാസിയും കൂടെ ഇവിടെയുണ്ട്. പിന്നെ യോഗീശ്വരൻ എന്ന് വെച്ചാൽ പറയുന്നത് അങ്ങനെ ഒരാളും കൂടെ ഇവിടെയുണ്ട്. ഇവരെയൊക്കെ ക്ഷേത്രം വെച്ച് മാറ്റി പ്രതിഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ വീടിനൊരു ഐശ്വര്യം ഉണ്ടാക്കാം. ഈ വീടിൻ്റെ ഒരു കല്ലേ പോലും തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ഇത് പണിയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഈ സാധ്യതയോട് സുമയാണെന്ന് ചെറിയ കുട്ടികൾ എന്തോ കാതിലെന്തോ പറഞ്ഞു. അപ്പം എന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഗുരുവിനോട് എന്തോ പറഞ്ഞിട്ട് ഗുരു അയാളോട് ചോദിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ സർപ്പക്കാവാണ്, സർപ്പത്തിൻ്റെ ഒരു പ്രതിഷ്ഠയും ഇതൊക്കെ ഉണ്ട്. 2 കുരിയാല എന്ന് പറയും, ഇവിടെ എന്താ അതിന് പറയുന്നത് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ കാവിൽ, സർപ്പക്കാവുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് മാറിയോ എന്ന് ചോദിച്ചു. മാറിയോ നോക്കാൻ പറഞ്ഞു. അപ്പോഴവർ കവടിയൊക്കെ വാരി വെച്ച് പിന്നെയും വെക്കുന്ന കവടി പിന്നെയും വാരി വെക്കുന്നു. അപ്പം 2-3 പ്രാവശ്യം അങ്ങനെ വെച്ചപ്പം ഒരു ചോദിച്ചു എന്താ മാറിയില്ലേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു മാറിയതായിട്ടാണ് കാണുന്നത്, പിന്നെന്താ അത് പറയാൻ വിഷമമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ക്ഷേത്രം വെച്ച് മാറ്റണമെന്ന് പറയുന്ന ഇതിനെ ക്ഷേത്രം വെച്ച് മാറ്റിയല്ലാണ്ട് ഇങ്ങനെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു പൂ പോലും എടുത്തിട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയാൻ വിഷമം. അപ്പോഴാദ്യം ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടോ എന്ന് കേട്ടപ്പം തന്നെ ഈ ജ്യോത്സ്യനൊന്നും വലിയ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ ജ്യോത്സ്യൻ ആ ഇരുന്നിടത്ത് നിന്നിട്ട് ഗുരുവിനെ തൊഴുകയാണ് ചെയ്തത്. ഇങ്ങനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അന്ന് പിന്നെ ഗുരു വിശദീകരിച്ചെല്ലാം പറഞ്ഞു, വീടിൻ്റെ പഴക്കവും അവിടെയുള്ളവരും ഒക്കെ. അപ്പം പറഞ്ഞു എന്തെല്ലാം ഉണ്ടെങ്കിലും ഇവരുടെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശക്തികൾക്കും മേലെയായിട്ട് നിൽക്കുന്നത് ആ സന്യാസിയാണ്. ആ സന്യാസി എന്ന് പറയുന്നത് ആ വീട്ടിലെ തന്നെ ഒരാളാണ്. പണ്ട് ജ്യോത്സ്യന്മാർ പറയുമായിരുന്നു ഇങ്ങനെ ഒരാളുണ്ട്, അവരിങ്ങനെ ദേശാടനത്തിന് പോകും. അങ്ങനെ ദേശാടനത്തിന് പോയി വഴി പിന്നെ സഞ്ചരിച്ച കൂട്ടത്തിൽ അവരുടെ കൂടെ ചേർത്തലിൽ നിന്ന് മറ്റോ ഒരു സ്ത്രീ അവരോട് പുറകെ അവരോട് ഇഷ്ടം തോന്നിയിട്ട് വന്നെന്നും അവരുടെ പിൻതലമുറയാണ് ഒരു ബ്രാഹ്മണ സ്ത്രീ വന്നെന്നാണ് പറയുന്നത്. അപ്പം ഇവർ ഈ പ്രശ്നം വെക്കുമ്പോൾ പറയുന്നത് ഇത് ബ്രാഹ്മണ ഇല്ലാണെന്നൊക്കെയാണ് പ്രശ്നക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ സന്തതി പരമ്പരകളാണ് ഇതെന്നൊക്കെയാണ് അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഗുരു പറഞ്ഞ് ഈ സന്യാസിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഈ സന്യാസി എല്ലാവരുടെയും ഒരു സംരക്ഷകനായിട്ടാണ് ഈ സന്യാസി നിൽക്കുന്നത്. ഒരുപാട് കാലമായിട്ട് നിൽക്കുന്നത്. അവർക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. പക്ഷേ ആ മോചനം കിട്ടണമെങ്കിൽ ഈ സ്ഥാനത്തേക്ക് വേറൊരാൾ വരണം. അങ്ങനെ ആരെയും കാണാത്തത് കൊണ്ട് ഇവിടുന്ന് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ട്. അങ്ങനെ ആ കണ്ണുനീര് വീഴുന്നത് കൊണ്ടാണ് ഈ വീട് അധപ്പതിക്കുന്നത്. അപ്പോഴതിനായിട്ടൊരാൾ ഈ വീട്ടിൽ തന്നെ ജനിക്കുമെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോഴിതാണ് ഗുരു ആദ്യം വന്ന സമയം. അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു, അത് കേട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അമ്മയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കേൾക്കാൻ വേണ്ടി അങ്ങ് പോയി. ഞാനാണെങ്കിൽ ഈ വടക്ക് കുറേ അടുക്കളയിൽ ഇപ്പം ഗുരുവിന് പ്രത്യേക പാത്രത്തിൽ കൊടുക്കണമെന്ന് നമുക്കറിയില്ല. അതൊന്നും നമുക്കതൊന്നും ആ രീതിയൊന്നും നമുക്കറിയില്ലല്ലോ. ഗുരുവൊന്നും അറിയില്ല, ഒരു സന്യാസിയാണെന്നേ അറിയത്തുള്ളൂ. അങ്ങനെ സന്യാസിമാരെ പരിചയിച്ചിട്ടുള്ള ഒരു ശീലവും ഇല്ല, അങ്ങനെ ഒരു പരിചയവും ഇല്ല. അപ്പം കെ പി വൈദ്യരുടെ ഭാര്യയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മോളെ ഇത് പിന്നെ എല്ലാം ആദ്യം വെച്ചിട്ട് ആദ്യം എല്ലാം ഗുരുവിനെടുത്ത് മാറ്റി വെക്കണം. അത് അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളിലൊക്കെ തന്നെയാണ് എടുത്ത് മാറ്റി വെച്ചത്. ഇന്നത്തെ പോലെ നമ്മൾ പ്രത്യേകം പാത്രങ്ങൾ സന്യാസിമാർക്കോ ഗുരുവിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയെല്ലാം എടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങനെയെല്ലാം വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ വടക്കേ വീടിൻ്റെ അതിൻ്റെ 2ൻ്റെ നടുക്ക് ശകലം മിച്ചമുണ്ട്. ആ പടിക്ക് വന്ന് ഇങ്ങനെ ഇരുന്നു. അതെങ്ങനെയാണ് ഇരുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഗുരു അത് ശ്രദ്ധിച്ചു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന ശകലം കാര്യങ്ങളൊക്കെ കേട്ടു. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇരുന്നെന്നുള്ള കാര്യം പിൽക്കാലത്ത് ഗുരു എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോഴും ഞാൻ അങ്ങനെ ഇരുന്നോ എന്നെനിക്ക് സംശയമാണ്. അപ്പം ഗുരു പറഞ്ഞ് ആദ്യമായിട്ട് പറഞ്ഞത് ഈ കുഞ്ഞിക്കണ്ണ ചേട്ടനില്ലേ, പാലയാട്ട കുഞ്ഞിക്കണ്ണേട്ടൻ്റെ വീട്ടിൽ ഗുരു വന്ന സമയത്ത് ആണ്. അതുവരെ ഗുരുവിന് എന്നെ വലിയ കാര്യമാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. വിളിച്ചു നിർത്തിയെല്ലാം പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുക. അന്നേരമാണ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞത്
ഇങ്ങോട്ട് വന്നേടിയെന്ന് പറഞ്ഞു. ഒരു തെങ്ങിൻ്റെ വീട്ടിലാണ് അവിടെ ഇരിക്കുന്നത്. ഗുരു ആ ഇറയത്താണ് ഇരിക്കുന്നത്. ഗുരുവിൻ്റെ അവരുടെ പുതിയ വീട് പാല് കാച്ചുന്ന സമയത്ത് അവിടെ ഇരുന്ന് പറഞ്ഞു, ഈ നിൽക്കുന്ന ഇവളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇവൾ ആരാന്ന് അറിയാവോ? ഇവള് എന്താന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇവളെ എൻ്റെ മുമ്പിൽ കാലും കയറ്റി ഇരുന്നവളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കാണെങ്കിൽ ഇതേപോലൊരു നാണക്കേടും സങ്കടം ഒന്നും പറയാൻ വയ്യ. കാരണം അത്ര ഞാൻ വലിയ കാര്യത്തെ ഗുരുവിൻ്റെ അതേപോലുള്ള സ്നേഹം ആവേശമായിരുന്നു. ആ സമയത്തൊക്കെ ഗുരുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് തന്നെ ഒരു ആവേശം. സത്യം പറഞ്ഞാൽ ഇന്ന് അത്ര ആവേശം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ സമയത്ത് നമുക്ക് ഗുരു പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ, പിന്നെന്താ എല്ലാവരോടും പറഞ്ഞു നടന്നാലെന്ന് വെച്ചാൽ ആരെ കണ്ടാലും അവരോടെല്ലാം പറഞ്ഞു നടക്കുന്ന ഒരു സമയമായിരുന്നു. ഒന്നും ഗുരു പറയട്ടെ ഇങ്ങനൊന്നും ആരോടും പറഞ്ഞു നടക്കണ്ട, ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല, നീ ഇപ്പം ഇതൊന്നും പറയാറായിട്ടില്ല, ഇതൊന്നും ആരോടും പറഞ്ഞു നടക്കണ്ടെന്ന് പറയുമായിരുന്നു. എന്തുണ്ടെങ്കിലും ഗുരുവിന് ഉടനെ എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ അന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വെച്ചു, ഞാനെങ്ങനെയാണ് ഗുരുവിൻ്റെ മുന്നിൽ അങ്ങനെ കാലും കയറ്റി വെച്ചിട്ട് ഇരിക്കുമോ? അങ്ങനെ ഇരിക്കാൻ ഒരു വഴിയില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഞങ്ങളുടെ അച്ഛന് തന്നെ വീട്ടിലൊരു പ്രത്യേക കസേരയൊക്കെ ഉണ്ട്. അത് വടക്കേപ്പുരയുടെ ഇതിലാണ്. അവിടെ ആ കസേരയെ പോലും ഞങ്ങളാരും ഇരുന്നിട്ടില്ല. അച്ഛനെ ഇറയത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ബാക്കിലൂടെ വരുത്തുള്ളൂ, നടുമുറ്റത്തൂടെ കയറി വരാറില്ല, പൊതുവെ സ്ത്രീകൾ പോലും അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ കാല് കയറ്റി വെച്ചത് എനിക്കറിയില്ല. പിന്നെ എന്നെ എപ്പം കണ്ടാലും ഗുരു ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ജയന്തിക്ക് ആ കിണറിൻ്റെയൊക്കെ ഭാഗത്താണ് മണ്ണൊക്കെ അല്ലേ, അന്ന് അവിടെ ഒരു പന്തലൊക്കെ ഉണ്ട്. അവിടെ ഗുരു എല്ലാം വന്നിരിക്കുന്നു, ഞങ്ങളുമൊക്കെ അവിടെ ഇരിക്കുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അന്നേരം ഗുരു ഇതങ്ങോട്ട് എടുത്തിട്ട് ആളിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, പറഞ്ഞിട്ട് എൻ്റെ കാലും കയറ്റി, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയട്ടെ അന്ന് എന്താ അവിടെ നടന്നത്. എനിക്കറിയാലോ എന്നെയാ പറയുന്നതെന്ന്. ഞാനവിടെ എഴുന്നേറ്റ് നിന്നു എന്നല്ലാണ്ട് ഗുരു ഇരിക്കുന്ന ഒരു വേദിയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ഒരിതെനിക്ക് തോന്നിയിട്ടില്ല. ഞാനവിടെ എഴുന്നേറ്റ് നിന്നേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞപ്പം ജെന്നിമാരെല്ലാം കൂടി വട്ടൻ ചൂടി എന്നെ പിടിച്ച് എന്താ ചേച്ചിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജെന്നി ഞാനങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാനിങ്ങനെ ആ വടക്കേപ്പുരയുടെ പടിക്ക് പോയി ഇരുന്നപ്പം കാലിൻ്റെ പുറത്തൊരു കാല് കയറ്റി വെച്ചോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ജെന്നി പറഞ്ഞു, പിന്നെ അമൃതാനിയാണെന്ന് പറഞ്ഞു എന്നോട്, ചേച്ചി അങ്ങനെ ഇരുന്നിട്ടുണ്ടാകും, അല്ലാണ്ട് ഗുരു പറയില്ല. അങ്ങനെ അത് ഗുരു എടുത്തെടുത്ത് പറയുന്നത് ഗുരുവിൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ദോഷം ചേച്ചിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഗുരു അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഗുരു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഗുരുവിൻ്റെ മുന്നിൽ ചെന്ന് ചേച്ചി പറയണം, എല്ലാവരുടെയും മുൻപിൽ വെച്ച് ചേച്ചി പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സുവരിച്ചു ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ ഗുരു അങ്ങനെ വന്നാൽ ഞാനത് ഗുരുവിനോട് ഇരുന്ന് പറയുമെന്ന് വെച്ചു. പക്ഷെ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനാ വിശ്വസിക്കുന്നത് ഗുരുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നാണ്. പക്ഷേ ഗുരുവിനോട് അടുത്തവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമാണെന്ന് തന്നെയാണ്. അതുപോലെയാണ് ഗുരു പെരുമാറുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ കുറേ അനുഭവങ്ങൾ ഗുരുവായിട്ടുള്ള സ്നേഹ സന്ദർഭങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പൊതുവെ അങ്ങനെ ഷെയർ ചെയ്യുന്നതല്ല, എന്നാലും ഒരു കാര്യം കൂടെ ഉണ്ട്. അതെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തിരുവോണമൊക്കെ വരുമ്പം, എപ്പോഴും തിരുവോണം വരണ്ട എപ്പോഴും, ഇപ്പം പ്രത്യേകിച്ച് ആശ്രമത്തിലൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഇപ്പോൾ തിരുവോണത്തിന് ഗുരു എല്ലാവരുടെയും കൂടി ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് അന്ന് അറിയില്ല. ഞാൻ എൻ്റെ 2 മക്കളെയും കൂട്ടിയിട്ട് അപ്പോൾ ഗുരു അന്ന് 72-ലാണ് നമ്മുടെ വീട്ടിൽ വന്നത്. ഗുരു ഞങ്ങൾ ആശ്രമത്തിൽ പോകും, അത് പറയാൻ വിട്ടുപോയതാണ്. ഗുരു 72-ലാണ് വന്നത്. മാസം എനിക്ക് ഓർമ്മയില്ല, മഴയൊന്നും ഇല്ലാത്ത കാലമാണെന്ന് എനിക്കറിയാം, അത്രയേ ഉള്ളൂ. അത് തന്നെ 72-ലാണെന്നുള്ള കാര്യം KP വൈദ്യരാണ് പറയുന്നത്, അത് 72-ലാണ് വന്നതാണ്. പിന്നെ ഗുരു വരുന്നത് 77-ൽ എൻ്റെ കല്യാണത്തിനാണ്. എൻ്റെ കല്യാണം ഗുരു വീട്ടിൽ വന്ന് മാല എടുത്ത് തന്നിട്ടാണ് എൻ്റെ കല്യാണം നടത്തി തന്നെ. ഈ 2 സന്ദർഭങ്ങളിൽ ഗുരു വീട്ടിൽ വന്നതാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം, ഒരു ഓണത്തിന് ചെല്ലുമ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് ഞാൻ അവർ ടോയ്ലറ്റിനടുത്തും കണ്ട് നിൽക്കുമ്പോൾ എന്നോട് ഒരാൾ ജന്നി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഗുരു വിളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഗുരു വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ഓണമല്ലേ, ഗുരു എല്ലാവരുടെയും കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പം ആ കെട്ടിടത്തിൻ്റെ ഇപ്പോഴെ ഒരു ഓല ഷീഡ് ഉണ്ടായിരുന്നു, ഒരു വലിയ ഗുരു കുറേ കാലം ഇരുന്ന് കാണുന്ന, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെ ഇങ്ങനെ വരികളായിട്ട് ആൾക്കാർ പല വ്യക്തികളായിട്ട് ഇരിപ്പുണ്ട്.
എല്ലാവരും ഇരിപ്പുണ്ട്. ഗുരു ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയുള്ള അരിയിലിരുന്ന് ഗുരു ഇങ്ങനെ ഒരിടത്തിരിക്കുന്നുണ്ട്, ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഗുരു നോക്കിയത് ഞാനില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവരോട് പറയുന്നത് അവളെ വിളിച്ചിട്ട് വാങ്ങി. അപ്പം ഞാൻ പിള്ളേരും കൂടി അവിടെ വന്ന് നിന്നപ്പം അന്ന് ഒരു രാമയ്യ സാറുണ്ട് അവിടെ. രാമയ്യ സാർ പറഞ്ഞേ അവിടെ ഇലയെല്ലാം വെച്ചിട്ട് സ്ഥലമൊന്നുമില്ല, പിന്നത്തെ പന്തിയിലിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാറി. അപ്പം ഗുരു പറഞ്ഞല്ല അവരെ കയറ്റി വിടുന്നു പറഞ്ഞു. എന്നിട്ട് ഗുരു ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. അവിടെയൊക്കെ ഞങ്ങൾക്ക് 3 ഇല വെച്ച് ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനവിടെ ചെന്നു എന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് രാവിലെ കണ്ടു. ഗുരു ഓർത്തു. ഗുരുവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അന്ന് തിരുവോണത്തിന് അങ്ങനെയാണ് കഴിച്ചതെന്ന് എനിക്കറിയില്ല. അത് എന്നും ഒരു ഓർമ്മയാണ് ഗുരുവിൻ്റെ കൂടെ അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ. അപ്പം ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കും കൂടി വിളമ്പിയതിന് ശേഷമാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഇന്ന് പിന്നെ കൈ കഴുകാൻ ചെന്നപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ചോദിക്കുമോ നിങ്ങൾ ആരാ, എവിടുന്ന് വന്നോ, എന്താണെന്നെല്ലാം ചോദിക്കുക. കാരണം ഗുരു പ്രത്യേകം വിളിച്ച് നിർത്തി നമുക്കത് തന്നു. അത് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഗുരുവിന് നമ്മളോടുള്ള ഒരു സ്നേഹം, നമ്മളോടുള്ള ഒരു കരുതൽ എത്രമാത്രം ഉണ്ടെന്ന്. അതെൻ്റെ ജീവിതത്തിൽ എന്നും മറക്കാത്ത ഒരു അനുഭവമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. വേറെ ആരോടും ഞാൻ അങ്ങനെ ഇത് പറയാറില്ല. അതൊക്കെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ 2 പ്രാവശ്യമാണ് ഗുരു വന്നത്. ഗുരു പോയിരിക്കുന്നത് ജപ്പി വൈദ്യരുടെ വീട്ടിലാണ്. അന്നേരം നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. ഹരിപ്പാട് ചിദംബരനാണെങ്കിൽ അന്ന് ചിദംബരന് അവിടെ ആ വീടൊന്നുമില്ല ആ സമയം. അത് ഒരുപക്ഷെ എന്നാൽ ചിലപ്പോൾ അത് കെ പി വൈദ്യരുടെ വീടായിരിക്കാം. അങ്ങനെ കരുവാറ്റിയാണ്. ഹരിപ്പാടും കരുവാറ്റ അങ്ങനെ പറഞ്ഞു. അതെനിക്ക് പുതിയ അപ്പം പിന്നെ അന്ന് ഗുരു നമ്മളോട് പറഞ്ഞത് അവിടെയുള്ളതെല്ലാം മാറ്റി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ വീണ്ടും നിങ്ങൾ അതിനെയൊന്നും വിളിച്ചു വരുത്തരുത്. അതോടുകൂടി നമ്മൾ പിന്നെ ഈ ഭൂമുഖത്ത് മാത്രം വിളക്ക് കത്തിച്ച് പിന്നെ കുറേ കാലം 25 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കാവിലിരുന്ന ഇതല്ല അന്ന് വന്നത്. ലോറൻസ് ചേട്ടനും വേറെ 1-2 പേരും കൂടെ 3-4 പേരും കൂടെ ഒക്കെ വന്നിട്ടാണ് ആ കാവിലുണ്ടായിരുന്ന ഈ പ്രതിഷ്ഠകളെല്ലാം ഇളക്കി ചാക്കിനകത്തൊക്കെ കെട്ടി കടലിൽ കൊണ്ട് ഒഴുക്കുകയാണ് ചെയ്തത്. ഇന്ന് ആ കാവുമെല്ലാം പിന്നെ വെട്ടി തെളിച്ചു. അങ്ങനെയാണുള്ളത്. അപ്പം ഞങ്ങൾ പിന്നെ വേറെ ആരാധനയ്ക്കൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വളരെ ചുരുക്കം പേര് ഈ ഇതിലോട്ട് വന്നിട്ടുള്ളൂ. വേറുള്ളവരെല്ലാം പറയുന്നത് മാവിനയിലെ ദൈവങ്ങളെ സംബന്ധം ചെയ്ത് വിട്ടു എന്നാണ് പറയുന്നത്. അവർ ചോദിക്കുന്നത് സർപ്പക്കാവല്ലേ, സർപ്പത്തിനെ എങ്ങനെയാണ് മാറ്റുന്നതൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെയും നമ്മൾ ചേരയൊക്കെ ഇഷ്ടം പോലെ കാണും. ഞങ്ങൾക്കതൊരു പേടിയേ ഇല്ല. കാവുണ്ടല്ലോ, ചേരയൊക്കെ എഴിഞ്ഞു വരും എന്നല്ലാണ്ട് അതൊരു പേടിയായിട്ട് നമുക്ക് തോന്നാറുമില്ല. പിന്നെ കാവെല്ലാം വെട്ടി തെളിച്ച് പിന്നെ ഇതൊക്കെയാണ്. അപ്പം പിന്നെ അവരൊക്കെ വീണ്ടും ഇതൊക്കെ എല്ലായിടവും പോകുന്നുണ്ട്. നമ്മളിവിടെ ഇതുള്ളതെന്ന് തന്നെയല്ല, വളരെ ചുരുക്കമുള്ളൂ. ഒന്ന് ചെമ്പരണ്ണനും കുടുംബവും നമ്മുടെ അടുത്ത്. അങ്ങനെ വേറെ 1-2 വളരെ ചുരുക്കം പേരെ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും കാലമായിട്ടും നമ്മുടെ കുടുംബത്തിൽ ഇത് അതേപോലെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോഴും നമുക്കെന്തെങ്കിലും വിഷമം വന്നാൽ അവർ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളിവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ട്, ഇതെന്താ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ. അതിപ്പം നമുക്കറിയാം, നമ്മളിപ്പം പലർക്കും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാറുണ്ടെങ്കിലും നമുക്കറിയാം നമ്മൾക്ക് നോവും തോറും അടുക്കും തോറും നോവുക എന്നുള്ളതാണ്. അതേസമയം നോക്കുമ്പം ചിലരൊക്കെ അതിൽ നിന്നും അകന്നു പോകാൻ നോക്കാറുണ്ട്. അങ്ങനെ പോയവരാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിലുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ അങ്ങനെ അകന്നു പോയവരാണെന്ന് നമുക്ക് പറയാം. ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ തന്നെ. ആദ്യകാലത്ത് ഇത് കേട്ടിട്ട് വന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ചമ്പറ നാണുവേട്ടനാണ് സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടത്. സത്യത്തിൽ നാണുവേട്ടൻ്റെ അത്രയും ഉള്ള ഒരു വിശ്വാസം ഞാൻ ഈ ഇവിടെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു വേദിയിലും അവരൊരു വാക്ക് പ്രസംഗിക്കാനായിട്ട് അവർ വന്നിട്ടില്ല. അവരുടെ എല്ലാം പ്രവൃത്തികളാണ്. അവർ കൊണ്ടുപോയിട്ടുള്ള ആളുകളുടെ അത്രയും
എങ്ങനെയാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഓരോ വാഹനങ്ങൾ പിടിച്ചിട്ട് ആളുകളെ കൊണ്ട് കൊണ്ടുപോകുന്നത് തന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുമ്പം പ്രാർത്ഥിക്കും, പിന്നെ ഓരോ യാമങ്ങളിലും പ്രാർത്ഥിക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അല്ല ഇന്നത്തെ പോലെയുള്ള യാത്രകളായിരുന്നില്ല, അങ്ങനെയാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്നിപ്പം മാറ്റങ്ങൾ ഒരുപാടുണ്ടായല്ലോ. അല്ലാതെ മോഡറേഷൻ പോലെ നമ്മുടെ ഭക്തിയിലും മറ്റുള്ള വിശ്വാസങ്ങളിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു, നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഏതായാലും ഇനിയിപ്പം നമ്മുടെ പ്രാർത്ഥനാലയത്തിൻ്റെയൊക്കെ പണി എന്നൊക്കെ നടന്ന് ഇനി അടുത്ത ശിഷ്യപൂജിതയുടെ വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, അതിനെല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകട്ടെ. എനിക്ക് ആരോഗ്യസ്ഥിതി അത്ര പോരാ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വരാത്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ ഹർഷിത് ലാൽ.